സാഹിത്യത്തിലേക്കുള്ള സംഭാവനകളൊന്നും ഈ ഒരു പുസ്തകത്തിൽ ഇല്ല എന്നൊരു ആമുഖത്തോടു കൂടി വന്ന ഓരോ ഏടുകളിലും നമ്മുടെ ജീവിത യാത്രകളിൽ നമ്മൾ കണ്ടുമുട്ടിയ വിവിധ മനുഷ്യരെയും വിവിധ ജീവിത സാഹചര്യങ്ങളെയും വീണ്ടും ഓർമ്മപ്പെടുത്തിയ 2025 എന്റെ ഏറ്റവും പ്രിയപ്പെട്ട വായനകളിൽ ഒന്നായി മാറിയ നവാഗത എഴുത്തുകാരനായ അഞ്ചൽ താജിന്റെ ഇസ്നേഹം എന്ന പുസ്തകത്തെ പറ്റിയാണ് ഞാൻ ഇന്നോട് സംസാരിക്കുന്നത്. ഓരോ അധ്യായത്തിലും ഇന്നോളമുള്ള എന്റെ ഒരു ജീവിത യാത്രയിൽ ഞാൻ കണ്ടുമുട്ടിയ വിവിധ മനുഷ്യരെയും വിവിധ ജീവിത സാഹചര്യങ്ങളെയും മറ്റൊരു വ്യത്യസ്തമായ സാഹചര്യത്തിലൂടെ വീണ്ടും അഭിമുഖീകരിക്കാനുള്ള ഒരു അവസരം കൂടെയാണ് അഞ്ചൽ താജ് ഇസ്നേഹം എന്ന ഈ പുസ്തകത്തിലൂടെ എനിക്ക് സൃഷ്ടിച്ചു തന്നത്. അത്രമേൽ നമ്മളെ പോലുള്ള ഓരോ വായനക്കാരുടെയും ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന രീതിയിലാണ് എഴുത്തുകാരൻ ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. പുസ്തകത്തിൽ 8ാമത്തെ അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എഴുതുവാനായി എഴുത്തുകാരൻ തിരുവനന്തപുരത്തേക്ക് വരുന്നതും ഡ്രൈവിംഗ് ലൈസൻസ് മറന്നു പോകുന്നതും പിന്നീട് ആ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഒരു ലാമിനേറ്റഡ് കോപ്പി എടുക്കുവാനായി അന്ന് രാത്രി എഴുത്തുകാരൻ വളരെ അപ്രതീക്ഷിതമായി പരിചയപ്പെട്ട അശോക് എന്നൊരു അപരിചിതൻ അദ്ദേഹത്തെ സഹായിക്കുന്നതും ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും ഒരുപക്ഷെ എന്നെ പോലെയുള്ള എല്ലാ വായനക്കാരും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത്തരത്തിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തെയോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തെ ഇത്തരത്തിൽ വളരെ നിർണായകമായ ഒരു സന്ദർഭത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു അപരിചിതനെങ്കിലും ഓർത്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്നേഹം എന്ന ഈ ഒരു പുസ്തകത്തിന്റെയും അഞ്ചൽ താജ് എന്ന എഴുത്തുകാരന്റെയും ഏറ്റവും വലിയ വിജയമായി നമുക്ക് കണക്കാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ്. കൂടാതെ 4ാമത്തെ അധ്യായമായ വിശകലനയുടെ അവസാന ഭാഗത്തിൽ വാസ്തവത്തിൽ ആരാണ് എഴുത്തുകാരനെ വഞ്ചിച്ചത് എന്ന ഒരു സംശയം വായനയ്ക്ക് ശേഷം ഒരുപാട് നേരം ഒരുപക്ഷെ ഒന്നിലധികം ദിവസമെങ്കിലും നമ്മളെ പോലുള്ള ഓരോ വായനക്കാരുടെയും ഉള്ളിൽ നിലനിന്നു എന്ന് പറയാതിരിക്കുവാൻ സാധിക്കുന്നതല്ല. പുതുമയേറിയ വ്യത്യസ്തമായ വായന അനുഭവങ്ങളെയും നവാഗത എഴുത്തുകാരുടെ കൃതികളെയും അത്രമേൽ ഇഷ്ടപ്പെടുന്ന വായനക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട അതിമനോഹരമായ ഒരു പുസ്തകം തന്നെയാണ് സ്നേഹം. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപായി എഴുത്തുകാരനോട് എനിക്ക് പറയാനുള്ളത്, താങ്കൾ ഈ പുസ്തകത്തിലെ 5ാമത്തെ അധ്യായമായ ലാവൻഡറിന്റെ തുടക്കത്തിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ ഒരു അധ്യായം വായിച്ചു തുടങ്ങുന്നതിന് മുൻപ് ഒരു ഓർക്കിഡ് പുഷ്പമോ അല്ലെങ്കിൽ സുഗന്ധം പറ്റുന്ന മറ്റേതെങ്കിലും ഒരു പുഷ്പമോ പുസ്തകത്തിന്റെ ഇടയിൽ വെക്കണമെന്ന്. എന്നാൽ എനിക്ക് താങ്കളോട് പറയാനുള്ളത്, ഇനി അത്തരത്തിലുള്ള ഒരു പൂവിന്റെയോ പുഷ്പത്തിന്റെയോ ആവശ്യമില്ല. കാരണം ഏതൊരു സുഗന്ധം പറ്റുന്ന പുഷ്പത്തിനേക്കാൾ മനോഹരവും സുന്ദരവുമായിരുന്നു താങ്കളുടെ ഈ ഒരു അധ്യായവും താങ്കൾ കണ്ട ആ സ്വപ്നവും പിന്നെ സ്നേഹം എന്ന ഈ ഒരു പുസ്തകവും.